ഹലോ, സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഭയങ്കര തിരക്കായിരിക്കുമല്ലേ സൺഡേ ആയിട്ട്? ഞാൻ ഇന്ന് ലേറ്റായി എഴുന്നേറ്റപ്പം. പിന്നെ എണീറ്റ ഉടനെ എനിക്കൊരു മണി പ്ലാന്റ് ഉണ്ട് ചെറുത്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എൻ്റെ കിച്ചണിൻ്റെ കോർണറിൽ കൊണ്ടുവച്ചു. ഇനി ചായ ഇടൽ പരിപാടിയിലേക്ക് കിടക്കുക. സാധാരണ സൺഡേ ആയിക്കഴിഞ്ഞാൽ ഒരു മിനിമൽ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇവിടെ. എല്ലായിടത്തും നേരെ തിരിച്ചായിരിക്കും. സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ. എന്നാൽ വളരെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് രാവിലെ. എൻ്റെ മുഖം നല്ല ദേഷ്യം പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ദൈവമേ, ഞാൻ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് എൻ്റെ ഫേസ് ശ്രദ്ധിക്കുന്നത് തന്നെ. വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഉറക്കം മതിയായില്ല. സൺഡേ അല്ലേ, കുറച്ചുകൂടെ ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്ന. പിന്നെ മോൾക്ക് ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം ക്ലാസ്സിന് വിടാനായിട്ട്. ഞാനിപ്പോൾ ഇന്ന് എളുപ്പത്തിനായിട്ട് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് നനയ്ക്കൽ മഹാമഹത്തിലേക്ക് കിടന്നു. ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു മൂഡില്ല, സൺഡേ അല്ലേ. ഇവിടെ മോൾക്ക് കറി വേണമെന്നൊന്നും നിർബന്ധമില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രണ്ട് മക്കൾക്കും അങ്ങനെയാണേ. മൂത്ത ആൾക്കാണെങ്കിൽ പുട്ടിന് നല്ല പഴുത്ത മാമ്പഴം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് പുട്ടും മാമ്പഴവും. നിങ്ങൾ ആരെങ്കിലും പുട്ടും മാമ്പഴവും കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഇന്നിവിടെ ഏത്തപ്പഴം പുഴുങ്ങിയതും പുട്ടുമാണേ. എല്ലാം ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേണം മോളെ വിളിക്കാൻ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കുറച്ച് നേരം പഠിച്ചിട്ട് വേണം ഡാൻസ് ക്ലാസ്സിന് കൊണ്ടാക്കാനായിട്ട്. സൺഡേ ആയിക്കഴിഞ്ഞാൽ ഒരു മടിയാണ്, എന്തെന്നില്ലാത്ത മടി. ഒന്നിനും ഒരു ഉണർവുമില്ല, എപ്പോഴും ഒരു ഉറക്കക്ഷീണവും ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? അതോ ഇനി എനിക്ക് മാത്രമാണോ? ഈ വോയിസ് ഓവറൊക്കെ ശരിയാവുന്നുണ്ടോ? ഞാനത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യണേ. എല്ലാം സ്വന്തമായിട്ടാണ്. ക്യാമറ സെറ്റ് ചെയ്യുന്നതും അതെടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. എനിക്കങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ മോളുടെ അടുത്തായാലും പറഞ്ഞാൽ എടുത്തു തരും. എന്തിനാ വെറുതെ കൊച്ചിൻ്റെ സമയം വെറുതെ കളയണേ. വീഡിയോ അപ്ലോഡ് ചെയ്യണതിന് മുന്നേ ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്കാണ് അയച്ചു കൊടുക്കുന്നത്. അമ്മായിയമ്മ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അമ്മ തന്നെ അയച്ചു കൊടുക്കുന്നത്. അയച്ചു കൊടുക്കുമ്പോഴേ പറയും, ഗായത്രി നന്നായിരിക്കുന്നു, ഇതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് പറയും. അമ്മയ്ക്ക് പാവം അറിയില്ലല്ലോ. അമ്മയുടെ വിചാരം ഞാനാണ് ഏറ്റവും നന്നായിട്ട് വീഡിയോ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നതെന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും പൊട്ടയായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഓരോ പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ എല്ലാം ശരിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ആദ്യമേ പെർഫെക്റ്റായിട്ടൊന്നും ചെയ്തു വരുന്നില്ലല്ലോ. എല്ലാവരും ഇതുപോലെ ചെറുതായിട്ട് തെറ്റും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടല്ലേ നല്ല രീതിയിൽ വരുന്നത്. സത്യത്തിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു 10-15 പ്രാവശ്യം ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ആദ്യം തൊട്ട് വോയിസ് ഓവർ കൊടുത്ത് എടുക്കുന്നത്. ഇത്രയും പാടുപെട്ട ഒരു പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സാധാരണ വ്ളോഗേഴ്സിൻ്റെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ എന്ത് ഈസി ആയിട്ട് അവർ സംസാരിക്കുന്നത്, ഇവരെന്ത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും എടുക്കുകയും ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യുമ്പോഴേ അറിയുള്ളൂ അത് ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. സമയം ഇവിടെ 9:15. നിങ്ങൾ ഈ പുട്ടിൻ്റെ കൂടെ നെയ്യ് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടോ? പുട്ടും നെയ്യും ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടവും കൂടെ കുഴച്ചൊന്ന് കഴിച്ച് നോക്കണം. സത്യത്തിൽ നെയ്യ് ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാനും മോളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്നിപ്പോൾ ചേട്ടൻ്റെ കസിനും മോളും ഒക്കെ വരുമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുക. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ ഞങ്ങളുടെ കൂടെ അവരും കാണും. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ലഞ്ചിനേക്കുള്ള പരിപാടിയൊക്കെ എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ഇന്ന് ഞാനും മോളും ഇപ്പോൾ ഈയിടെയായിട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വരുവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചേട്ടനും മൂത്താളിവിടെ ഇല്ല. ഞാനും മോളും തന്നെ ഈയിടെയായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നെ കഴിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബോർ ഏർപ്പാടാണ്. അപ്പോൾ ഇവർ വരുവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്കൂനാണെങ്കിൽ എഗ് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. മോക്കാണെങ്കിൽ വീഡിയോയിൽ വരുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഡാൻസ് കളിക്കാൻ ഇഷ്ടമെന്നല്ലാതെ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇതിപ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുത്തതാണ്. ഇനി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അവൾ ഈ വീഡിയോയിലുണ്ടെന്നുള്ള കാര്യം. എന്തേലും ആവട്ടെ. ഞാനപ്പോൾ ഉച്ചക്കത്തേക്ക് എഗ് ബിരിയാണിയും സാലഡും
പിന്നെ പപ്പടം ഉണ്ടാക്കി. പിന്നെ ഒരു ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് അതിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു പിക്കിളിൻ്റെ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാതിരിക്കുക. ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാണ് കേട്ടോ ഞങ്ങളുടെ അങ്കുടും. അവൾ ഫുഡ് കഴിക്കുക. കൊള്ളാവോ ഫുഡെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറയാം. ഞാൻ ഇവരുടെ കൂടെ കഴിക്കാത്ത, ഞാൻ ഈ മുട്ടയും മീനും ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അവർ കഴിക്കട്ടെ.